ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിനു ആദ്യം. അപ്പോൾ എല്ലാവരും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇത് സൺഡേ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ കുറേ നാൾക്ക് ശേഷം ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഓക്കെ, പിന്നെന്ന് വെച്ചാൽ മുഖമൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവില്ല, നല്ല വീർത്തിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ ഉറങ്ങി നീച്ചിട്ടുള്ളൂ. 12 മണിക്ക് നോക്കണ്ടേ എനിക്ക് ഇതിനും പ്രത്യേകത ആയിട്ടുണ്ടോ? ഇല്ല, മുടി വെട്ടി, പിന്നെ താടി മാത്രം ഇങ്ങനെ വെച്ച് കുത്തിട്ടാവും. പിന്നെ ജസ്റ്റ് സ്റ്റഡ് ചെറുപ്പത്തിൽ അടിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഇന്നെ പറയരുത് ഗൈസ്, അതിൻ്റെ കൂടെ ഇന്നെ ഉൾപ്പെടുത്തല്ലേ. സ്റ്റഡ് ഞാൻ വെറുതെ ഇട്ടാണോ? എന്നെ നോക്കാൻ സ്റ്റഡ് വെറുതെ ഇട്ടതാണ്. ഞാൻ പറയട്ടെ, എന്നെ നോക്കുന്ന ടൈമേ സ്റ്റഡ് അടിച്ചിട്ടുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഞാൻ ഇടാൻ സമ്മതിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ അങ്ങനെ പള്ളിയിൽ പോകുമ്പോൾ മൂരിയൊക്കെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ സോപ്പിട്ട് സമ്മതിച്ചാ. അപ്പോൾ എല്ലാവർക്കും പുതിയ വിവരങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടാവില്ലായിരിക്കും. ഞാൻ ജസ്റ്റ് വർക്കൊക്കെ മരമൊക്കെ പറഞ്ഞു തരാം, എങ്ങോട്ടാ മാറിയത്, എന്തിനാ മാറിയത് എന്നൊക്കെ പറഞ്ഞു തരാം. ഈ വീഡിയോ ഇടുന്നതിൻ്റെ മുന്നേ എൻ്റെ ഉമ്മാൻ്റെ വീടിൻ്റെ ഒരു വാർപ്പ് അത് ഇടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഇടുള്ളൂ. അങ്ങനെ കാരണം അത് കുറേ മുമ്പ് എടുത്തതായിരുന്നു. ആദ്യം ഉള്ളല്ലേ അങ്ങനെ. അപ്പോൾ ആദ്യം ചെയിനൊക്കെ ഇട്ട് പൊളി. ഇന്നിപ്പോൾ ഈ ചെയിനാണെങ്കിൽ നാളെ ആ ചെയിൻ ആദ്യം ഉള്ളല്ലേ ഉള്ളിൽ. അപ്പോൾ ഞാൻ തിരിച്ച് ഉള്ളി കൊടുത്തു. അങ്ങനെ ചായ കുടിച്ചണം. ആദ്യം ഞങ്ങൾ പാൽ ചായ കുടിക്കുന്നത്. അമ്മയോട് നീച്ചിട്ടില്ല കേട്ടോ, ഉറക്കത്തിലാണ്. അന്നത് പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ്. നമ്മളൊരു ദിവസത്തെ വീഡിയോ എങ്ങനെയാണ് എന്താണ് ചെയ്യുന്നത്. പ്രത്യേകിച്ചായിട്ടും പുറത്തുനിന്ന് പോകാനല്ല. അപ്പം മെയിനായിട്ട് ഡേ പുറത്ത് പോകുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റാതെന്ന് വെച്ചാൽ ഒന്നാമത് അമ്മയോട് കുറച്ച് അറിവ് വെച്ചോണ്ട് വണ്ടിയിൽ പോകുമ്പോൾ ജസ്റ്റ് അടങ്ങി നിൽക്കില്ല. വീഡിയോ എടുക്കാൻ അറിയുന്നു അല്ലേ. ഒറ്റ കൈയോണ്ട് വീഡിയോ എടുക്കാനും കഴിയൂല, ഒറ്റ കൈയോണ്ട് ആമിമോളെ നോക്കാനും കഴിയൂല. ഫോൺ ഈ കൈയിൽ നിന്ന് എടുത്തതിനാ ഓൾ ഈ കൈയോടെ വാങ്ങും. അപ്പോൾ ഗൈസ് വാങ്ങി കൊടുക്കുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് പരിപാടി കാണിച്ചിട്ട് അപ്പം വേറെ വീഡിയോ ഇട്ടു. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ ആമിമോള് കിടന്നുറങ്ങണേ വെറുതെ നീച്ചിട്ടില്ല. അപ്പോൾ 12 മണിയായി. ഞങ്ങൾ തന്നെ എപ്പോഴാണ് എണീക്കുന്നത്. അപ്പം അമ്മയോട് നടക്കട്ടെ. വായൊക്കെ തുറന്നാണ് കിടക്കുന്നത്. ഞാൻ ഇന്നലെ മൈലാഞ്ചിട്ട് കേട്ടോ. ഞാൻ ഇടണ കണ്ടേ പാലൊന്നുമില്ല. സൂപ്പർ മാർക്കറ്റിൽ പോയതാണ്. ഇതൊക്കെ ഒരു പേക്ക് പാല് ഡെയിലി പാല് വാങ്ങും. ഒന്നെങ്കിൽ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ രാവിലെ. കാരണം ആമിമോക്ക് കുറച്ച് കാച്ചി കൊടുക്കും, പിന്നെ ഞങ്ങൾ കുറച്ച് ചായ കൊടുക്കും കേട്ടോ, പാൽ ചായക്ക്. അപ്പോൾ ഓൾക്ക് പാല് പുറത്തുനിന്ന് കാരണം പീടിക പാലാണ് വാങ്ങി കൊടുക്കുന്നത്, പശുപ്പാലൊന്നുമല്ല. അപ്പോൾ ഇതാക്കണം ഡബ്ബ ചെയ്തപ്പോൾ ആക്കണം ആമിമോൾ ഇങ്ങനെ ചിണുങ്ങി വരും. ഇതാണ് ആമറോഡ് സൂപ്പർ മാർക്കറ്റ് കേട്ടോ. ഇവിടെ നിന്ന് ഞങ്ങൾ പച്ചക്കറിയൊക്കെ വാങ്ങലുണ്ട്, ഞങ്ങൾ പെരക്ക വാങ്ങലുണ്ട്. എവിടെ നിന്നാന്നൊന്നുമില്ല, ആകെ തെണ്ടി തിരിഞ്ഞ് വാങ്ങും. റിനു എന്താക്കാ? കുറച്ച് പുട്ട് റെഡിയാക്കാണ്. എന്താ റിനു, നമ്മളെ റിനൂസിന് പറഞ്ഞാൽ പാലില്ലാതെ പറ്റൂല, പാൽ ചായ ഇല്ലാതെ പറ്റൂല. ഞാൻ രാവിലെ പോയി പാടി. അപ്പോൾ പണിക്കാണെങ്കിൽ വർക്കിന് പോയി ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരുമ്പോൾ ഞാൻ കൊണ്ടല്ലാണ്. പിന്നെ നമ്മൾ വർക്കൊക്കെ ചേഞ്ചായി, പണിയൊക്കെ ചേഞ്ചായില്ല റിനോ. പിന്നെ പറഞ്ഞല്ലേ കുറച്ച് മിച്ചറിന. ഇപ്പോൾ അത് തേങ്ങ ചേർന്നട്ടെ ഗൈസ്. നമ്മൾ ആദ്യം ഇതാക്കണ തേങ്ങ ചേർത്തിടേ. ആദ്യക്കുള്ള പണിയാണ് തേങ്ങ ചേരണ്ടത്. അതില്ലെങ്കിൽ ഞാൻ ചേരണ്ടും, പക്ഷെ എൻ്റെ കൈയൊക്കെ മുറിയാവൂല്ലേ. ഇവിടെ കണ്ടില്ല, ആദ്യം നമുക്ക് ഇതാക്കണം ഇങ്ങനെ ഒരു എന്താ പറയുക സ്റ്റാൻഡില്ലേ ഉണ്ടാക്കി തന്നൊക്കെ നമ്മളിങ്ങനെ കയ്യിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് പിന്നെ നമ്മൾ ഫുഡ് വെക്കണ ആ മറ്റേ ഈ കോരി നമ്മൾ മേളന്ന് വാങ്ങിയതായാലും ഇവിടെ ഏലക്കായ ഇട്ട് ഇതാക്കണം കേട്ടോ. ചായ ഉണ്ടാക്കുന്നുണ്ട്. അത് ശരിയാ. ആദ്യം മിക്സർ കഴിക്കല് എനിക്കും വേണേ. ഈ ആദ്യം ഉണ്ടായി കഴിഞ്ഞാൽ മിക്സർ ഫുള്ള് കഴിക്കൂട്ടോ. ഇതിലില്ല, ഞങ്ങളിവിടെ കച്ചറയാണ് ഗൈസ് മിക്സറിന്. കുറേ നാൾക്ക് ശേഷം ഒരു വീഡിയോ അല്ലേ, ഒരു ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. പിന്നെ ആദ്യം മാറി വർക്കിനെ കുറിച്ചൊക്കെ ആദ്യം പറഞ്ഞു തരും കേട്ടോ. നമുക്ക് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഒരു റെസ്റ്റ് ഉണ്ടാവുമല്ലോ, അതിൽ പറയാം അല്ലേ. പിന്നെ ഞങ്ങൾ ഈ 12 മണിക്കാണ് ചായ. ഞങ്ങൾ ഇനിയിപ്പോൾ 1 മണിക്ക് നീച്ചാലും ചായ ഉണ്ടാക്കാതെ അല്ലേ. കാരണം ആകെ കിട്ടുന്ന സൺഡേ ആണ്.
സൺഡേ ആയിട്ടുകൂടി ആദ്യം പണിയെടുത്ത മില്ലിന്ന് വിളിച്ചില്ലേ. പക്ഷേ പോയില്ല. ആ കിട്ടുന്ന സൺഡേ ആണ്. പിന്നെ ആദ്യം ഇതാക്കണം കേട്ടോ, മുടിയൊക്കെ വെട്ടി നോക്കട്ടെ. ആദ്യം എൻ്റെ മുഖം ഇങ്ങനെ അത് വിയർത്ത് ഇപ്പം തന്നെ. ഈ പുട്ടൊക്കെ അങ്ങനെ ആക്കണോണ്ട് ആദ്യം ഉണ്ടാക്കിയിരുന്നു. അല്ല കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഗായ്സ്. ആദ്യം പറഞ്ഞു കൊടുത്താ എനിക്കിങ്ങനെ വെക്കാൻ കഴിയില്ല. കാരണം അത് അമർത്തണം, എന്നാലേ ആവി പോവാക്കുള്ളൂ. മതി പിന്നെ എടുക്കാൻ കഴിയില്ല. ആദ്യം വിയർത്തിന് നമ്മളെ ചായ ആദ്യം കുറച്ച് മുക്കി വെക്കുക. ഇതിലേക്ക് കുട്ടിക്ക് പാല്. പിന്നെ ഗൈസ് കുറച്ച് തേങ്ങ കുറച്ച് കുറവായി പോയില്ലേ. നമ്മൾ വീട്ടിൽ നിന്ന്, അതായത് എൻ്റെ വീട്ടിൽ നിന്നാണ് തേങ്ങ കൊണ്ടുവരല്. അപ്പോൾ തേങ്ങ കുറച്ച് കുറഞ്ഞു. അതായത് ഞങ്ങൾ സമ്മന്തിക്കൊക്കെ എടുത്തില്ല. ചമ്മന്തി പറയാം. ചമ്മന്തിക്ക് എടുത്താൽ മതി. കുട്ടിക്ക് കുറച്ച് പാല് മുക്കി വെക്കട്ടോ. പിന്നെ നമ്മളെ വീട്ടിലുണ്ടായ പഴമാണിത്. നമ്മൾ വിചാരിക്കും എപ്പോഴും എൻ്റെ വീട്ടിൽ പഴം ഉണ്ടാവുമ്പോഴേ കഴിച്ച് ഞങ്ങൾ വീഡിയോ എടുക്കലേ. വേണ്ട, എനിക്കുണ്ടാവും ഏതായാലും പോരെ. ആദ്യം വെച്ചാണ് കുറച്ചും കൂടി വെള്ളം ചേർക്കണം. വെള്ളം ചേർത്ത ഈ പീടിയത്തെ അല്ല വീട്ടിൽ നിന്നൊക്കെ വാങ്ങണ മാതിരി അങ്ങ് നിറച്ച് വെള്ളമാക്കി തരും. എടുക്ക്. മറ്റേ താഴത്തല്ലേ നമ്മൾ ഗൂഡല്ലൂർ പോയപ്പോൾ വാങ്ങിയ ലൈറ്റാ ഡാർക്കാ. ഇത് പിടിച്ചാ ഇത് ഡാർക്ക്. ഇപ്പൊ ഗൈസ് നമ്മളെ ചായ റെഡി ആയിട്ടുണ്ട്. ആകെ തുള്ളി മിച്ചറുണ്ട്. എന്തിനാന്ന് ഓണറിന്നെ ഈ അല്ലേ ആദ്യം തിന്നുകാണ് എടുത്തു നോക്കി. ചായ റെഡി ആയിട്ടുണ്ട്. പരിഗണന തന്നില്ല ഗൈസ്. എന്ത് ചെയ്യണം? ചായ കുടിച്ചാലേ പരിപാടി. ഞാൻ കുടിച്ചാൽ വേണ്ടി നിറച്ച് വെച്ചാൽ ഞാൻ തുള്ളി കുടിച്ചാൽ പോയെന്ന്. നമ്മൾ കുടിച്ചിട്ട് കാണാം. ഓക്കെ. പുട്ട് ഇതുവരെ റെഡി ആയിട്ടില്ല. ആവി വന്നിട്ടില്ല. ഇതിവിടെ ഒരു ആവി വരാണ്ട് കണ്ടില്ലേ ഗൈസ്. നമ്മളെ തമ്പൂരായിട്ട് എണീറ്റ് വന്നിട്ടുണ്ട് കണ്ടില്ലേ. ഇപ്പോൾ വന്ന പാടെ തന്നെ പാല് കുടിക്കുകയാണ്. പിന്നെ അവിടെ പപ്പടം കാച്ചിയാണ്. പാല് കുടിക്കണം. നമ്മൾ ചായ ചെയ്യുക പാല് മാറ്റി വെച്ചിരുന്നല്ലോ, അത് കുടിക്കണം. ആമിമോള് കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ആമിമോളെ സ്ഥിരം പോട്ടാണ് ഉള്ളിക്കൊട്ടി പാത്രമൊക്കെ വെക്കണേ ആ സ്റ്റാൻഡിമ്പോൾ കുത്തിരിക്കുക. അവൾക്ക് അവിടെ സുഖം. തിരുമ്പണ മക്കട്ടിൻ്റെ കേടില്ല. അവളെ പാർക്ക് അവിടെയാണ്. ലാമിയെ ഇങ്ങനെ പാല് കുടിക്കാണ്. ആമിമോളെ ചെരുപ്പില്ല. സൂപ്പർ ചെരുപ്പാ. അവളൊക്കെ കുടിക്കി. ഇനി വേണോ? കുറച്ചുകൂടി നമ്മളെ അരിക്കില്ല വെള്ളം. അരി ചെയ്യാൻ ഒന്നര നായി. എന്താ നായിന്നൊക്കെ പറയുമ്പോ കുറച്ച് മനസ്സ് വേണ്ടേ. ചിലപ്പോ ഇന്നെ വിളിച്ചായിരിക്കും ഗൈസ്. ഇതെന്താ അരി അറിയോ? എന്താ അറിയ കുട്ടിക്ക് കൊച്ചു അത് ശരിയാണ്. റേഷൻ അരി അല്ല, പുറത്തുനിന്ന് അരി അങ്ങനെ അരി കഴിഞ്ഞപ്പോൾ. പക്ഷേ ഞാനത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയപ്പോൾ എടുത്ത് വെച്ചു. കാരണം ഇത് നല്ല അരിയാ. ഓക്കെ മതി. ഓക്കെ. അടിയിലൊരാൾ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഗായ്സ് പോയവാ ഞാൻ ആമിയോട് നാട്ടിന് ഊഞ്ഞാലിൽ എങ്ങനെ ആടുക. ആമിയോളെ ടാറ്റെടുത്താ അപ്പച്ചി വരുമ്പന്ന ഇവിടെ ഞങ്ങളൊരു ഊഞ്ഞാല കിട്ടിയില്ല കേട്ടോ. അത് നിലമ്പൂര് പോയ ഞങ്ങളൊരു ചെറിയൊരു ഊഞ്ഞാല വാങ്ങിയത്. ഞാൻ വാങ്ങിയല്ലോ റിംസ് നമുക്ക് വാങ്ങില്ലായിരുന്നു. അപ്പോഴാണ് ഞങ്ങള് വാങ്ങിയനെ. എല്ലാം ഇവിടുന്ന് എടുത്താ കയറാം. കല്ലല്ല ഓർത്തല്ലേ. കാക്ക കൊടുത്ത് സാംസങ്ങിന്റെ സെറ്റ് ആട്ടോ. ഇത് സിമ്മും വർക്ക് ചെയ്യില്ല. എന്താ ചായ കുടിക്കണില്ലേ? കുറച്ച് കേട്ടെ. പുട്ടല്ലേ കുറച്ച് ഇടയില്ല. അതാണ് അതിന്റെ
മണ്ണ് കഴിക്കുമ്പോട്ട് മുന്നേ അപ്പിയാണ് ഇവിടെ എത്ര ന്യൂസേ പറയാല്ലേ എന്നെ കാണുന്നില്ലേ എന്നെ കാണുന്നു എന്താ പറയാനുള്ള ചായ ഇവിടെ കൊണ്ടുവരണോ ചായ ചായ ഇല്ല കേട്ടോ ചായ ഇത് നേരത്തെ ചായ നേരത്തെ കാലത്ത് കുടിച്ചില്ലേ ആരത് ഇതാരാണ് ആരാ വന്നേ മണ്ണ് കണ്ടില്ലേ ഹായ് കൊടുക്കും ഹായ് കൊടുക്കും ടാറ്റ എടുക്കും ആ അതെ ആ ടാറ്റ ടാറ്റ അതൊക്കെ എന്താ കൂടി ആടുന്ന കളിയൊക്കെ അപ്പോൾ ഗായ്സ് പുട്ട് കേട്ടോ എന്നാ വെള്ളം പുട്ടും പപ്പടപടം പടപടം പിന്നെ ഗായ്സ് നമ്മൾ ചെരുപ്പ് വെക്കണ സ്റ്റാൻഡ് വാങ്ങി കഴിച്ചോന്നാ ഗായ്സ് നമ്മൾ ഇതാക്കണ്ട് ഇത് ഞാൻ പിട്ടുകൊണ്ട് നടത്തിയായിരുന്നു ഇത് വലിയതാട്ടോ അതായത് 10 ഇഞ്ചാണ് അമ്മച്ചിക്ക് 10 ഇഞ്ചൊന്നും വേണ്ട ഉമ്മ വീണപ്പോൾ ചെരുപ്പ് പോയി അപ്പോൾ ഒരു ചെരുപ്പ് വാങ്ങി കൊടുക്കുക വെറും സ്ലിപ്പർ അതിൽ ആര്യക്ക് പണിക്കിടാൻ വേണ്ടിയുണ്ട് ഒരു ഇതിനിപ്പോൾ എന്താ പറയുക എനിക്കറിയില്ല ഈ ചെരുപ്പിന് പണിക്കിടാൻ വേണ്ടി ഒരു കറുപ്പ് ചെരുപ്പ് വാങ്ങി പക്ഷെ ആദ്യക്ക് എനിക്കൊക്കെ കറുപ്പ് ചെരുപ്പ് അലർജി കേട്ടോ എനിക്ക് ഇതുപോലെ കാൽമൊക്കെ ഇട്ടപ്പോൾ നല്ല രസമുണ്ട് അപ്പോൾ ഞാൻ എടുക്കണ്ട കുറേ പറഞ്ഞു കാരണം വേറെ കളർ എടുത്തോണ്ട് പക്ഷെ എനിക്ക് കറുപ്പ് തന്നെ വേണം പിന്നെ അവൻ്റെ ആഗ്രഹം ആയതുകൊണ്ട് എടുത്തു ഇത് ഉമ്മാക്ക ഇത് ഞാനും അമ്മിമോൾ ഇട്ടെടുക്കുന്നത് വരെ ഉമ്മാക്ക് ഇത്രയൊന്നും വേണ്ട ഉമ്മാക്ക് ഒരു 9-8 മതി പക്ഷെ ഞാൻ എക്സ്ട്രാ എടുത്തു കാരണം ഇങ്ങനത്തെ സ്ലിപ്പറിൽ 10 ഉള്ളൂ വലുതില്ല ചെറുതില്ല അങ്ങനെ എടുത്ത കാര്യം കാണിച്ചു കേട്ടോ ഇതിൽ അമ്മിമോള് എല്ലാവരും ചോദിച്ചിന് ഇത് ഇന്നലെ പോയപ്പോൾ എടുത്തതാട്ടോ ഈ കുറച്ച് വളം ഇതിങ്ങനെ ഒരു സെറ്റാണ് പിന്നെ ഇന്നലെ ഞങ്ങൾ ഫാൻസി പോയപ്പോൾ കുറച്ച് യൂട്യൂബറെ ഞങ്ങൾ യൂട്യൂബ് കാണുന്നവരെ കണ്ടീനി അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇത് മൂന്നും ഞാൻ ഒരു ബണ്ണാക്കി എടുത്ത് ഇങ്ങനെ ഒരു ജോഡിയായിരുന്നു ഇതിലിങ്ങനെ വരുന്ന അങ്ങനെ ഒരു 15 റുപ്യ കണ്ടോ ഇത് മൂന്നും ഇങ്ങനെ എടുക്കും പിന്നെ ഇതൊന്നെടുത്ത് എനിക്ക് ബണ്ണില്ല പിന്നെ ആമിമോക്ക് ഇങ്ങനത്തെ ഒരു സെറ്റ് എടുത്തിട്ടോ ഈ പല കളർക്ക് ഇടാൻ വേണ്ടി പിന്നെ അതൊക്കെ ഓരോ കമ്മലെടുത്ത് എന്താ അങ്ങനെ ബട്ടർഫ്ലൈൻ്റെ ഒക്കെ ബട്ടർഫ്ലൈ പിന്നെ എല്ലാവരും ചോദിച്ചു ആമിമോക്ക് ജിമ്മിനൊക്കെ പോകുമ്പോൾ മുടി കെട്ടണത് അത് ഇതാട്ടോ ഗൈസ് ഇതാണ് കാണുന്നുണ്ടോ ഇത് ക്ലിപ്പും വരുന്നുണ്ട് ഡബ്ബർ വരുന്നുണ്ട് ഇറുക്കി വരുന്നുണ്ട് ബണ്ണ് വരുന്നുണ്ട് ഇതിന് എത്ര ആദ്യം ഇതിനിപ്പോൾ എത്ര 75 രൂപ ഇത് ഞങ്ങൾ വീട്ടിലും എടുത്തൊക്കെ പോകണമെങ്കിൽ ഇങ്ങനത്തെ ബണ്ണ് യൂസ് ചെയ്യും കളർ ബണ്ണ് നമ്മളിങ്ങനെ എവിടേക്കെങ്കിലൊക്കെ പോവുകയാണെങ്കിൽ ഇങ്ങനത്തെ ചെയ്യും കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ളത് കാരണം ഓരോ മുടിക്കൊക്കെ ഇത്ര പോന്നേ പറ്റുള്ളൂ ഇത് ഓൾക്കായിട്ടുള്ളത് അല്ലാതെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലെ വാങ്ങാൻ പോയത് ഇത് വാങ്ങാൻ പോയിലാണ് നമുക്കൊരു കല്യാണം വരുന്നുണ്ട് അപ്പോൾ ഇത് വാങ്ങാൻ പോയിലാണ് എന്താ പറയുക ഇത് ആൾക്കാരെ കണ്ടത് ഞങ്ങൾ യൂട്യൂബിൽ കാണുന്നവരെ കണ്ടത് നിലമ്പൂരിന്ന് ഒരു മഞ്ചേരി ആയിരുന്നു പിന്നെ ഇത് എൻ്റെ ഫ്രണ്ട് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ തന്നതാട്ടോ സാറ പറഞ്ഞ അല്ലേ പെർഫ്യൂം വായിലും കിട്ടണില്ല നിങ്ങൾക്ക് മനസ്സിലാവും സീന ഹർഷിത പറവി ഞാൻ കല്യാണത്തിനൊക്കെ പോയി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ ഇന്നും പഠിക്കലുണ്ട് പിന്നെ ഇമ്മാക്ക് ഞാൻ ഇറുക്കിയാൻ കൊടുത്തു ഉമ്മാക്ക് മുടിയൊന്നും ഇല്ലാത്തതുകൊണ്ടേ ചെറിയൊരു ഇറുക്കി അമ്മ കുളിപ്പിച്ച് തരാം ഒരുപാട് ഇറുക്കി വാങ്ങി കൊടുത്തിട്ടുണ്ട് ഉമ്മാക്ക് ഒക്കെ അമ്മിമോള് പൊട്ടിച്ചു പിന്നെ എനിക്കൊരു ഇറുക്കി വാങ്ങി അങ്ങനെ നല്ല ക്യൂട്ടായത് ആദ്യം ഇഷ്ടപ്പെട്ട ഇറക്കി കേട്ടോ അപ്പം എന്നെ എടുത്തു അല്ലേ പിന്നെ നമ്മളിവിടെ ചെവി തോന്നാണ് ചെവി കുളിച്ചാ അമ്മിമോള് കുളിച്ചാ പല്ല് അമ്മിമോള് കുളിച്ചാ അമ്മിമോള് പല്ല് വെച്ചിട്ടില്ലല്ലോ എണീറ്റിട്ട് പല്ല് വെച്ചിട്ടില്ലല്ലോ അമ്മിമോള് ബ്രഷ് കാണിച്ചിട്ട് നിങ്ങൾക്ക് അമ്മിമോള് ബ്രഷാണ് കഴിച്ചത് ഇതെന്തിനാ യൂസ് ചെയ്യാ ഈ കട്ടിക്ക വേണ്ട കാട്ടി തരും ഏത് വേണ്ട അപ്പ്യ കണ്ടില്ലേ ഉള്ളിയാണ് ഈ കൊളിന്നിട്ടാണ് കാണിച്ചത് എന്തിനാ യൂസ് ചെയ്യാ
ഞമ്മക്ക് നാടൻ കറി കേട്ടോ, മുരിങ്ങാക്കറിയാണ്. ചോറ് ഞാൻ എന്താ പറയുക ആക്കി റൈസ് കുക്കർക്ക് വെച്ചു. ഇനി നോക്കട്ടെ നാടൻ മുരിങ്ങാക്കറി ഉണ്ടാക്കരുത്. കാരണം ആദ്യം പറഞ്ഞു കുറേ ദിവസമായി മുരിങ്ങ കൂട്ടിയിട്ട്. അപ്പം മുരിങ്ങ അപ്പുറത്ത് ചേച്ചീൻ്റെ കൂടെ പോയി പറിച്ച് അതെല്ലാവർക്കും ഉള്ളതാണ്. ഇല്ല മുരിങ്ങ കറിയൊക്കെ എല്ലാവരും മുരിങ്ങ കറിക്കാറുണ്ടോ? മുരിങ്ങ ചക്കക്കൂരും കറിയൊക്കെ അമ്മ ചക്കക്കൂരൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് മുരിങ്ങ മാത്രം വെക്കാം. ആദ്യം പറഞ്ഞതല്ലേ. അടുക്കൂല. ആരാണ്? കാക്കേ? ഓ ഓൾക്ക് കാക്കയാണ് ഫോൺ കൊടുത്തത്. ഓളെ കാക്കയാണ് എപ്പോൾ വിളിച്ചു. ഓൾ കാക്കുവിനോട് ലവ്വാ അല്ലേ? ലവ്വാ ലവ്വാ ലവ്വാ. അവൾ കോട്ടുപല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ. ആദ്യം കേട്ടോ തിരുമ്പിടുന്നത് എന്താ വെച്ചാൽ എൻ്റെ കാലിനൊരു മുറിയുണ്ട്. അപ്പോൾ ആദ്യം ഇന്നലെയൊക്കെ ഞാനാ തിരുമ്പിയ, ഇന്ന് മാത്രം. നമ്മൾ പൂച്ചതിൻ്റെ ഉള്ളിലുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങാണ്. ഇപ്പോൾ സ്പെഷ്യൽ ഒന്നുമില്ല, 3 മണിയായി. ഇന്നലെ ഞാൻ ബിരിയാണി ആയിട്ടൊക്കെ സ്പെഷ്യലായിരുന്നു എല്ലാറിനോ ആയിട്ട് സ്പെഷ്യലായിരുന്നു. ഇനി ഞങ്ങൾ നാടനാക്കിയല്ലേ മുരിങ്ങത്താളിപ്പും പപ്പടൊക്കെ അല്ലേ. നമ്മൾ ഫുഡ് കഴിക്കല്ലേ അമ്മയെ? ആ ഫുഡ് കഴിക്കല്ലേ നമുക്ക്? എന്നാ കഴിക്കാം. ഇപ്പോൾ 3 മണിക്കാണ് ഞങ്ങൾ ഫുഡ് കഴിക്കണേ. ഞങ്ങൾ ഫുഡ് കഴിക്കല്ലായിരുന്നോ? ഫുഡ് കഴിച്ചിട്ട് കാണാം. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മളെ പൂച്ച ഇതാട്ടോ മൂട്ടു. നമ്മളെ ആദ്യത്തിൻ്റെ പേരെന്നെ ഇട്ടത് അല്ലേ? മൂട്ടുവിൻ്റെ കൂടാട്ടത് അല്ല കേട്ടോ. അത് മൂട്ടുവിൻ്റെ ഒന്നല്ല, ഇവിടെ ഏതോ കാട്ടുപൂച്ചേൻ്റെ പെട്ടതാണ്. അപ്പോൾ കഴിച്ച് നമ്മളെ വണ്ടീൻ്റെ വൃത്തി ഉണ്ടല്ലേ അല്ലേ? എന്താ വൃത്തി. നമ്മൾ കേക്കെല്ലാം അടിപൊളിയൊക്കെ ഉണ്ട്. ടയറിൻ്റെ റിമ്മിൻ്റെ കളറൊക്കെ ഉണ്ട്. നിങ്ങൾ ബാക്കത്തെ റിമ്മിൻ്റെ കളറൊക്കെ കണ്ടാൽ ബാക്കത്തെ ടയറിൻ്റെ കളർ കണ്ട അടിപൊളി. നല്ല ഉരച്ച് കേക്കിന്. സോപ്പൊന്നും ഉപയോഗിച്ചില്ല കേട്ടോ. ഒള്ളി വാട്ടർ, വെറും വാട്ടർ, വെള്ളം കൊണ്ടെല്ലാം അടിപൊളിയാക്കി കേക്കിന് അല്ലേ. ഒന്ന് ഫോട്ടോ എടുത്തേക്കണം. ഓക്കേ. നിലമ്പൂർ തട്ടുകടയിൽ കേട്ടോ, ഇടവണ്ണ തട്ടുകടയൊക്കെയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നിലമ്പൂർ എത്തിയിട്ട് നിലമ്പൂർ ഞങ്ങളുടെ ഫേവറേറ്റ് തട്ടുകടയിൽ പോയി ഞങ്ങൾ മസാല ദോശ എന്നല്ല കേട്ടോ, വെള്ളപ്പവും ബീഫ് വരട്ടിയതും ചട്ടിനിയും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ്. ഞാൻ നല്ലോണം സാപ്പാട് കഴിക്കും കേട്ടോ. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഞാൻ പുറത്തത്തെ ഫുഡ് നല്ലോണം കഴിക്കുള്ളൂ പറയാമല്ലോ. ഞാൻ അങ്ങനെ തെണ്ടി നടന്ന് കഴിക്കാൻ തുടങ്ങിയതാണ്. ഹലോ ഗായ്സ്, ഇപ്പം ഞങ്ങൾ ഇതാക്കണത് വീട്ടിലൊക്കെ എത്തി. റിന്യൂസ് കടന്നു പറഞ്ഞാൽ കയ്യൊക്കെ കാണുന്നത്. അപ്പം ഞാൻ അന്നോടൊക്കെ കടക്കല പരിപാടി റിന്യൂസ് കടന്നു ഉറങ്ങിയിട്ടൊന്നുമില്ല. അപ്പം ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങൾ നേരെ ഹോട്ടലിൽ തട്ടുകടയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് പാഴ്സലൊക്കെ വാങ്ങി ഞങ്ങൾ ഇവിടെ ബസാറിലൊക്കെ കയറി. ഞങ്ങൾ നിലമ്പൂർ ബസാറിലൊക്കെ ലാഭമേള എന്താ പാടെ കയറി സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങളിപ്പോൾ വീട്ടിലെത്തി. ലാമിയെ ഒരുപാട് സാധനങ്ങൾ, കുറേ സാധനം. പിന്നെ ആയോളം അടങ്ങി നിൽക്കണ്ടേ മുട്ടെ ഈ നിൽക്കണാണെന്നല്ല പുറത്ത് പോകുമ്പോ അല്ലേ. പിന്നെ എന്റെ ഫോൺ തന്നാ അപ്പൊ എന്റെ ഇപ്പത്തെ ഫോൺ തടാ. എന്താ വെച്ചാൽ എന്റെ ഫോണ് കീശേന്ന് വീണാണ്ട് കീശേന്ന് വീണാണ്ട് ബസ് കയറി ഞങ്ങൾ തവിട് പൊടിയായി ഗൈസ്. അപ്പൊ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ഇതാണ് ഇപ്പൊ ഇതാക്കണിപ്പോ. തിങ്കളാഴ്ചയായി. 12 മണിയായി. തിങ്കളാഴ്ചയായി. ഒരു 5-10 മിനിറ്റ് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് പാഴ്സൽ വാങ്ങി ഫുഡൊക്കെ കഴിച്ചില്ല റിനോ. അപ്പം നിങ്ങളെല്ലാവരും കുറേ സ്നേഹം ഇപ്പോഴാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണല്ലായിരുന്നോ? റിനുവിൻ്റെ ഫേസ് കണ്ടു റിനു കടന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ മറക്കാതെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരും മറക്കാതെ കമൻറ്റ് ചെയ്യാം. പിന്നെ പറ്റുന്ന എല്ലാവർക്കും നിങ്ങൾക്ക് ഫ്രണ്ട്സിൻ്റെ കാര്യത്തിൽ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ എന്നറിയോ. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ വരുന്നതായിരിക്കും. ബൈ.